അമേരിക്കയിൽ ഗേ മൂവ്മെന്റുകൾ അവരെങ്ങനെയാണ് പിന്നെ നമ്മളിനി വർക്ക് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് അവർ തന്നെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ആഫ്റ്റർ ദ ബോൾ എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ പുസ്തകത്തിൽ അവർ കൃത്യമായിട്ട് പറയുന്നത്, നമുക്കത് വായിച്ചാൽ ശരിക്കും ഇപ്പോൾ വിടുന്നുണ്ട് വായിച്ചാൽ നമ്മളെ സൊസൈറ്റിയിൽ ഇതുവരെ ഇവിടെ എത്തി, ഇനി എവിടേക്കാണ് എത്താൻ പോകുന്നത്, നമുക്കിപ്പോൾ തന്നെ ഭാവി പ്രവചിക്കാൻ ജോലിസിനെന്നാവണ്ട. അതെ. അപ്പോൾ അതേപോലെ അതായത് അവർ പറഞ്ഞത് വെച്ചാൽ ഇങ്ങനെ കുറേ ഒച്ചപ്പാടുണ്ടാക്കി പിന്നെ ഇതാക്കിയോട് കാര്യമില്ല. അവർ ആദ്യം ചെയ്ത സംഭവം അതാണല്ലോ, കലാപങ്ങൾ ഉണ്ടാക്കുക, അതായത് സ്റ്റോൺ വാൾ കലാപങ്ങൾ. അതൊക്കെ അതുകൊണ്ടല്ല കാര്യം. അതുകൊണ്ട് ആൾക്കാർ ഇപ്പോൾ ഭയങ്കര അതിനെതിരെ വലിയ ജാഗ്രത ഉണ്ടാവുകയാണ് ചെയ്യുക. അതല്ല വേണ്ടത്. നമുക്ക് വളരെ പിന്നെ ശാന്തമായി ആരും അറിയാതെ വളരെ നോർമലൈസേഷൻ എന്നുള്ളതാണ് അതിൻ്റെ കീ. നോർമലൈസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, ഇത് സമൂഹത്തിൻ്റെ ഭാഗമാക്കണം. അതിനെന്താ ചെയ്യേണ്ടത്, ഈ LGBT ക്യാരക്ടേഴ്സ് അത് കൂടുതലായി സൊസൈറ്റിയിൽ വിസിബിലിറ്റി ഉണ്ടാവണം. ഇത് ഒരു ഭയങ്കര പിന്നെ എന്താ പറയുക സമരത്തിന് വേണ്ടി ഇറങ്ങുന്ന LGBTക്കാരല്ല, വളരെ നോർമലായി നമ്മളെപ്പോലെ എന്ന് തോന്നിക്കുന്ന അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാവണം, അത്തരം പരസ്യങ്ങൾ ഉണ്ടാവണം, അത്തരം സിനിമകൾ ഉണ്ടാകണം. ഇതൊക്കെ കൊണ്ട് നമ്മൾ സ്ഥിരമായി ദിവസവും നമ്മളിങ്ങനെ തന്നെ കാണുകയാണ്. അപ്പോൾ ഒരു തരത്തിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ നോർമലൈസേഷൻ എന്ന് നമുക്ക് പറയാം. അത് സംഭവിക്കുന്നതോടെ ഇതൊരു സൊസൈറ്റിന്റെ ഒരു വളരെ നോർമലായ ഒരു ഭാഗമായി മനസ്സിലാക്കുകയും ഇത് ഒരു വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു കേസായി ആളുകൾ എടുക്കുകയും ചെയ്യും. എന്നിട്ട് ഈ ആശയങ്ങൾ പതിയെ അതിലൂടെയൊക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സൊസൈറ്റിയിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. അല്ലാതെ ഒറ്റയടിക്ക് വന്നിട്ട് മറ്റേത് ഇതാക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് ആ ഒരു അതിന് കുറേ പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അത് അതേപടി അമേരിക്കയിൽ നടപ്പിലാക്കി ഇന്ന് യൂറോപ്പ് ഇവിടെ നിൽക്കുന്നത് നമുക്കറിയാം. അമേരിക്കയിലും യൂറോപ്പിലും ഇപ്പോൾ കേരളത്തിലും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സിനിമകളിലൂടെയും ഇപ്പോൾ ബിഗ് ബോസ് എന്നുള്ള റിയാലിറ്റി ഷോ, അപ്പോൾ ബിഗ് ബോസ് ഇപ്പോൾ സീസൺ 6 അങ്ങനെ എന്തോ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 6 വർഷത്തോളമായി നടക്കുന്നൊരു റിയാലിറ്റി ഷോ ആണ്. അതിൽ സാധാരണ സംഭവിക്കുന്നത് വെച്ചാൽ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള റെപ്രസെന്റേറ്റീവ്സിനെ അവിടെ ഒരു വീട്ടിൽ അടച്ചുകൂട്ടി ഇതാക്കുന്നുള്ളതാണ്. അപ്പോൾ അതിൽ പലതരത്തിലുള്ള ആളുകളെ എന്ത് ചെയ്യണം, റെപ്രസെന്റേഷൻ വരണം എന്നുള്ളതാണ് അവരുടെ ഒരു. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഓരോ സീസണിലും എടുത്ത് നോക്കുക, ആ സീസണുകളിൽ അപ്പോൾ ഏകദേശം 15-16 എത്ര ആളുകളാണ് ഒന്നിലുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ ഒരു 2-3 ഒക്കെ ഈ ഇത്തരം ആളുകൾ ഉണ്ടാവും, LGBT അനുകൂലികളായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ആളുകളായിട്ടുള്ള ആളുകൾ. അപ്പോൾ നമ്മൾ ആലോചിച്ചൊക്കെ ഒരു മൊത്തം സൊസൈറ്റി എടുത്താൽ ആകെ 15-ൽ 2, 3, 4 ഒക്കെ വരുന്ന രൂപത്തിൽ അത്രയും സാധാരണ ആണ് എല്ലായിടത്തുണ്ട് എന്ന് പറഞ്ഞ നോർമലൈസേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി ഓവർ റെപ്രസെന്റേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ 15-ൽ അല്ലെങ്കിൽ 16-ൽ 3, 4 എന്നൊക്കെ പറഞ്ഞാൽ എത്രയാണ്, അതിലൊരു 4-1 4-1 വരും അല്ലേ. അപ്പോൾ അത്രയും